ഓണങ്ങി എത്തിയല്ലേ. അപ്പൊ ഓണത്തിന് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് പന്തുകൾ അല്ലേ. ഈ പന്തുകൾ എന്താ കൂടുതലായിട്ട് കടയിൽ വരുന്നത് അത് നിങ്ങൾക്ക് അറിയോ? എനിക്കും അറിയാം. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പണ്ടുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരുന്ന കളിയാണ് തലപ്പന്ത് കളി. അതും ഈ പന്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന നാടൻ കായിക വിനോദങ്ങളിലൊന്നാണ് തലപ്പന്ത് കളി. തലപ്പന്തെന്നും ഓണപ്പന്തെന്നും ഈ കളി അറിയപ്പെടുന്നുണ്ട്. പണ്ട് തലപ്പന്ത് തോലുകൊണ്ടുള്ള പന്താണ്. അതിനകത്ത് ചകിരി ഇടിച്ച് കയറ്റി നല്ലപോലെ കുത്തി തയ്ച്ച് ₹1,000 വരെ വെച്ച് പന്തായം വെച്ച് കളിച്ചിട്ടുണ്ട്. ഈ മൈതാനത്തും അത് കളിച്ചിട്ടുണ്ട്. ട്രോഫി വെച്ച് കൊലകൾ വെച്ച് പലമാതിരി സമ്മാനം ഈ മൈതാനത്തിലെ കൊട്ടാരത്തിൻ്റെ മൈതാനത്തിൽ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ആളുകളെല്ലാം മരിച്ച കളി അങ്ങ് നിന്ന്. ഇപ്പം അതിൻ്റെ പടിയില്ല. പിന്നെ ഇപ്പോൾ ഈ ഫുട്ബോളൊക്കെയാണ്. പ്ലാസ്റ്റിക് ബോളോ അങ്ങനെയുള്ള ആളുകളാരും ഇപ്പം ഇല്ല. തലപ്പന്തായിരുന്നു പണ്ട് വലിയ പേരുകെട്ട കളി. തലപ്പന്ത് കളിയാണ്. ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ വീട്ടുമുറ്റങ്ങളിലും മൈതാനങ്ങളിലുമൊക്കെ തലപ്പന്ത് കളി കളിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഓല കൊണ്ട് പന്തുകൾ ഉണ്ടാക്കുക. തലപ്പന്ത് ചെറിയ ബോളുകൾ അതുപോലെ തന്നെ. അപ്പൊ അത് എറിഞ്ഞൊക്കെയാണ് കളി. ഇതുപോലുള്ള പന്തുകളൊന്നും ഇല്ല. അപ്പൊ അതിങ്ങനെ ലോഭിച്ചോ പറയുക അങ്ങനെ പുരോഗമിച്ച് ഈ രീതിയിലുള്ള പന്തുകളായെന്നുള്ളതേ ഉള്ളൂ. നായികൾക്ക് വളരെ ഇഷ്ടമല്ലേ ഇത് ബോളുകളും കാര്യങ്ങളും. ഇപ്പം ആർക്കും ഇത് ഓല കൊണ്ട് ഇത് മെടയുന്നതിനൊന്നും സൗകര്യമില്ലാത്തത് കൊണ്ട് ഇപ്പം അത് പ്ലാസ്റ്റിക്കിന്റെ രൂപത്തിൽ ഇറങ്ങുന്നു. ഇത് കഴിഞ്ഞിട്ട് അതിനകത്ത് പടങ്ങൾ വെച്ച് സ്പൈഡർമാന് മറ്റേ അതിന്റെ ഓരോ പടങ്ങൾ വെച്ചുള്ളത്. അത് കഴിഞ്ഞ് ഫുട്ബോൾ മാതിരി ഉള്ളത്. ഇപ്പൊ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ രീതിയിലുള്ള പന്തുകളാണ്. അപ്പൊ അതിനോടാണ് കുട്ടികൾ കൂടുതൽ താല്പര്യം. തോൽപന്ത് കളി, വെട്ടുപന്ത് കളി എന്നൊക്കെ തെക്കൻ കേരളത്തിൽ അതിന് പേരുണ്ട്. ഇപ്പം നേരത്തെ ഉള്ള തലമുറയിലുള്ള കളികളൊന്നും ഇപ്പം ഇല്ല. ഏറുപന്ത് കളി, ഓലപ്പന്ത് കളി അങ്ങനെയുള്ള കളികളൊന്നും ഇപ്പം നിലവിലില്ല. ഇപ്പോഴും കൊച്ചുങ്ങൾക്ക് അറിയത്തുമില്ല. വട്ടുകളി, തലപ്പന്ത് കളിയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്ത് പോലും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്രിക്കറ്റ് വന്നതിന് ശേഷം അത് നിലച്ചു. അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ ഇരുന്നാൽ മതി, ക്രിക്കറ്റ് കണ്ടാൽ മതി, കളിക്കാൻ പോകണ്ട. തലപ്പന്ത് കളിയും പിന്നെ കുട്ടിയും കോലിയും ഒക്കെ പണ്ടായിരുന്നു. ഇപ്പൊ ആ കളികളൊന്നും ഇപ്പൊ ഇല്ല. വട്ടുകളി, ക്രിക്കറ്റ് കളി, കുട്ടിയും കോലും കളി ഇതൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ആർക്കും അതിന് സമയമില്ല. പേരുകൾ പലതാണെങ്കിലും ഓണക്കാലത്ത് നാട്ടിലെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പന്തുകളികൾ. എന്നാൽ ഇന്നത് ഇല്ലാതെയായി. അഞ്ജന, യോഗനാഥം ന്യൂസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.